ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താ ഒരു 2 പിടിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അങ്ങ് വെന്തുടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ വേവും വേണം. ആ ഒരു പരുവം ഉടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുക്കറിൽ വെക്കണം എന്ന് തന്നെ ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുത്തു. അതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് ചെറിയ ഒരു തേങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറി കേട്ടോ, അതെടുത്തിട്ട് കുറച്ച് മതിയാവും. ആ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഒരു നുള്ള് കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു നുള്ള് ഉലുവ. കുരുമുളക് ഒരു 7-8 എണ്ണം അത്രയും മതിയാവും കേട്ടോ. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. ഉലുവയൊക്കെ ഒരു നുള്ളേ ഇടാവൂ കേട്ടോ, അധികം ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ അത്യാവശ്യം നന്നായിട്ട് കളർ മാറുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ പൊടികൾ കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഈ പാനിൽ തന്നെ വെക്കരുത്, ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം, അതായത് ഇതിലിരുന്ന ഒരുപാട് മൊരിഞ്ഞു പോവും. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. കളർ നന്നായിട്ട് ചേഞ്ച് ആകുമ്പോൾ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എന്താ ഇതൊന്ന് മാറ്റി വയ്ക്കാം. പൊടികൾ ചേർത്ത് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഒരുപാട് ചേർക്കേണ്ട, 2-3 എണ്ണം മതി കേട്ടോ. ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ അളവ് ഒരുപാട് കൂട്ടരുത് കേട്ടോ, പുളി ഓവർ ആവരുത്. തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് തക്കാളി ആ മഞ്ഞൾപ്പൊടി ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും ഒരു മിനിറ്റ് മതിയാവും. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി അങ്ങ് ഒരുപാട് വഴണ്ട് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ്, ഓൾറെഡി കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ എന്താ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ജസ്റ്റ് ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഉണങ്ങിയ തേങ്ങയല്ല, അതുകൊണ്ട് തന്നെ എണ്ണ ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുത്തു. എണ്ണ നല്ല ഉണക്ക തേങ്ങയാണ് ഏറ്റവും നല്ലത് തേങ്ങ വറുക്കാൻ. അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എണ്ണ ഇറങ്ങി വരും. ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എണ്ണ ഇറങ്ങി വന്ന് നമ്മൾ ഈ ഒരു വറുത്തരച്ച് റെസിപ്പി ചെയ്യുന്നതെന്ന് അതിലുണ്ടാവും. അത് കാണാത്തവരോ അതൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഇതിൽ അധികം അങ്ങ് ഉണക്ക തേങ്ങ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ എണ്ണ ഇറങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുതിരാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് ഈ അരപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുളി ചെക്ക് ചെയ്തിട്ട് ചേർക്കുക കേട്ടോ. പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞങ്ങ് പോയിട്ടില്ല. എന്നാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഉടയുന്നുമുണ്ട്. ആ ഒരു പരുവം. ഇത്തിരി കൂടി വേവേണ്ടുന്നവർക്ക്, ചിലർക്ക് പരിപ്പൊക്കെ നന്നായിട്ട് വേവേണ്ടിയിരിക്കും, അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി വേവിക്കാം. പക്ഷേ അങ്ങ് ഉടഞ്ഞ് കലങ്ങുന്ന പരുവം ആവരുത്. കറി ഒരുപാട് കുറുകിപ്പോവും, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കണം ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് തിക്കായി പോവും. ഒരുപാട് അങ്ങ് ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം ലൂസായിരിക്കണം. അപ്പോൾ അത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അല്ലാതെ അങ്ങ് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കുറച്ച് ഉപ്പ്, എരിവിന് മുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട്, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് കൈ കൊണ്ട് പിടിപ്പിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ, നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും.
ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് എണ്ണ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കുറേശ്ശെ 2 ട്രിപ്പായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ നല്ലതാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഒഴിച്ചെറിയും ഈ ഒരെണ്ണവും മതി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല പോലെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആവണം, ആ ഒരു ക്രഞ്ച്നെസ് മാറണം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടണം. ഇത്തിരി സമയമെടുത്ത് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പായിട്ട് വരും. അപ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ വേണ്ട, നമുക്കിതിൽ സവോളയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ചെറിയൊരു സവോള നല്ല ചെറുതായിട്ട് അരിയുക, കുത്തി അരിയുന്നില്ല, അതുപോലെ ചെയ്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ഇട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. സവോള ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കടിക്കാൻ കിട്ടണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഓഫ് ചെയ്യുന്ന സ്റ്റേജിൽ സവോള ചേർക്കുക, കറിവേപ്പില ചേർക്കുക, ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിനീഗർ ഒഴിവാക്കാം, നല്ല ടേസ്റ്റാണ്. ഉപ്പ് കുറച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചു. ഇനി ഞാനിത് ചെറുനാരകത്തിൻ്റെ ഇലയാണ്, ഒരു 5-6 എടുത്തിട്ടുണ്ട്. നല്ല തളിരിലയാണ് കൂടുതൽ നല്ലത്, പക്ഷെ മഴയായതുകൊണ്ട് തളിരിലയൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് കാന്താരിമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 2-3 ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലൊന്ന് കറക്കിയെടുക്കാം. ഇടികല്ലിലൊന്ന് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചതയ്ക്കേ ചെയ്യാവൂ, അരഞ്ഞു പോകരുത്. അതിനുശേഷം കുറച്ച് തൈരും ആവശ്യത്തിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമോര് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുനാരകത്തിൻ്റെ ഇലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ചമോരായിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചെറിയ സവോള അല്ലെങ്കിൽ സവോളയുടെ കാൽമുറി, കുറച്ച് കാന്താരി മുളക്, അതുപോലെ തന്നെ ഒരു പിടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുരിങ്ങയില, എന്നിട്ട് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഹെൽത്തി റെസിപ്പീസാണ്. അപ്പോൾ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സവോളയും മുരിങ്ങയിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് പീസാവും. അതിനുശേഷം മുട്ടയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ മുരിങ്ങയില കുറച്ച് നല്ല ചെറുതായിട്ട് കിട്ടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട്, ഇപ്പോൾ ചോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുരിങ്ങയിലയാണെന്ന് അറിയില്ല കേട്ടോ. മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റും അറിയില്ല. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം, തിരിച്ചു മറിച്ചിട്ട് എടുത്താൽ മതി. കോവയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറി. ഇനി നമ്മുടെ പച്ചമോരുണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങയിലയിട്ട് പൊരിച്ച മുട്ടയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. ചോപ്പറിൽ ആദ്യം ജസ്റ്റ് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുരിങ്ങയിലയൊക്കെ നല്ല ചെറുതായിട്ടങ്ങ് അരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് മാങ്ങാച്ചാറും കൂടി, കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കാണെങ്കിൽ. എന്നിട്ട് മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കാന്താരി മുളകും അതുപോലെ മുളകൊക്കെ ഒഴിവാക്കുക. ഒരിത്തിരി കുരുമുളകോ മുളകൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.